സർ സർ ഞാൻ എത്ര തവണ ഇവിടെ വരുന്നു, ഓരോ തവണയും ഓരോ എക്സ്ക്യൂസസ്. ഞാൻ എന്ത് ചെയ്യാനാ? തിരുവനന്തപുരം ഓർഡർ വരണ്ടേ? നിങ്ങൾ സാറിനെ ഒന്ന് കാണും. ഏത് സർ? ഇപ്പൊ അകത്തേക്ക് പോയില്ലേ ആ സാറ്? ഏരിയ മാനേജറാ. ടോയ്ലറ്റ് കയറിയായിരിക്കും. ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. സാർ, സാറിനെ കാണാൻ. ആ ലേഡിയല്ലേ, വരാൻ പറ. അല്ല സാർ, 11 മണിക്ക് യൂണിയൻകാരുടെ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അവരോട് വെയിറ്റ് ചെയ്യട്ടെ. ആ ലേഡിയോട് വരാൻ പറ ആദ്യം. ഓക്കെ സാർ. വരൂ ഇരിക്കൂ. താങ്ക് യു സർ. ഞാൻ ദിവ്യ. എൻ്റെ ഫാദർ ഈ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നതാ. MK മുരളീധരൻ. ഓ, മുരളി സാറിന്റെ മോളാണോ? എനിക്കറിയാമല്ലോ. ഓക്കെ ഓക്കെ. അച്ഛൻ്റെ ഒരു ആക്സിഡന്റിലാണ് മരിക്കുന്നത്. ഇപ്പം 6 മാസം കഴിഞ്ഞു. അറിയാം. മരിച്ചപ്പോൾ എനിക്ക് വീട്ടിൽ വരെ ഒത്തില്ല, ലീവിലായിരുന്നു. അതാ നമ്മളെ അമ്മയെ അന്ന് കാണാൻ പറ്റാതെ പോയത്. സർ, അതിൻ്റെ ക്ലെയിം ഇതുവരെയായിട്ട് ശരിയായിട്ടില്ല. ഈ ഓഫീസിൽ നിന്ന് ഒരു പേപ്പർ കിട്ടാനുണ്ട്. അന്വേഷിക്കുമ്പോൾ ഒരു ഫയൽ മിസ്സിംഗ് ആണെന്നാ പറയുന്നത്. ഓരോ സാങ്കേതികത്വം പറഞ്ഞ് തട്ടിക്കളിക്കുക. ഛേ, മോശമായി പോയല്ലോ. ദിവ്യക്ക് നേരത്തെ എന്നെ വന്ന് കാണാമായിരുന്നില്ലേ? എനിക്ക് സാറിനെ പരിചയം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം ഏതായാലും പരിചയമില്ലേ. ഇനി എത്രയും പെട്ടെന്ന് ദിവ്യയുടെ പേപ്പർ ശരിയായിക്കോളൂ. ഓക്കെ, താങ്ക് യു സർ. ദിവ്യക്ക് കുടിക്കാൻ കോഫിയോ? ഒന്നും വേണ്ട സാർ. ഏയ്, ഇവിടെ നോ ഫോർമാലിറ്റീസ്. ഓക്കെ സർ. 2 കോഫി. ദിവ്യ എന്നാ ചെയ്യുന്നു? ഞാൻ ബ്യൂട്ടീഷ്യനാണ്. കൊള്ളാമല്ലോ. ഇതാ ബദമാണ്, എടുത്തോളൂ. കമോൺ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നെടുത്ത് കഴിക്കും. യു ലുക്ക് സോ പ്രിറ്റി. താങ്ക് യു സർ. ഹലോ ദിവ്യ, ഞാൻ വിവേകാനന്ദൻ. ഹായ് സർ. ദിവ്യയുടെ ഫാദറിന്റെ പേപ്പേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓ, താങ്ക് യു സർ. എന്റെ പ്രത്യേക ഇൻട്രസ്റ്റിലാന്നേ പേപ്പേഴ്സ് എല്ലാം എത്ര പേര് ശരിയായത് അറിയാലോ? അറിയാം. വളരെ ഉപകാരം സർ. ഞാനിപ്പോൾ പാർലറിലാണ്. കുറച്ച് ലേറ്റ് ആവും. നാളെ വന്ന് വാങ്ങിക്കാം. അത് ബൈപ്പാസിലല്ലേ പാർലർ? ഞാൻ എന്തായാലും ആ വഴിക്ക് വരുന്നുണ്ട്. പേപ്പേഴ്സ് എൻ്റെ ഉണ്ടാവും. നമുക്ക് അവിടെ വെച്ച് കാണാം. അതല്ലേ സൗകര്യം? അയ്യോ, സാറിന് ബുദ്ധിമുട്ടാവില്ലേ? എന്നാ ബുദ്ധിമുട്ട്? നമുക്ക് കുറച്ച് സംസാരിക്കുകയും ചെയ്യാലോ. ലൊക്കേഷൻ അയച്ചാൽ മതി. ഓക്കെ സർ. ഈ ദിവ്യ ബ്യൂട്ടീഷ്യൻ. ഓ, ദിവ്യ മുരളീധരൻ. ഇരിക്കൂ, വിളിക്കൂ. Today you look more pretty. സർ, പേപ്പർ. ഓ, ഞാൻ മറന്നു. താങ്ക് യു സർ. നമുക്ക് പുറത്തിറങ്ങി ഒരു കോഫി കഴിച്ചാലോ? അയ്യോ സർ, കസ്റ്റമർ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. വെറും ഒഫീഷ്യൽ പരിചയം മാത്രമാക്കണ്ട. ഷുവർ സർ. എന്നാ ഞാൻ ചെല്ലട്ടെ? ശരി. കൊള്ളാം. ബ്യൂട്ടീഷ്യൻ അല്ലേ? പുതിയ ലേഹ്യം വേണ്ടി വരും. മിഥുനെ, ആ വിവേകാനന്ദനല്ലേ ഇത്? ഏത് വിവേകാനന്ദൻ? നമ്മുടെ ഡയാനയുടെ പാർട്ട്ണർ ആണോ? സർ, പ്ലീസ്. ഇത് അയാളുടെ പുതിയ ഇരയാവാനാ സാധ്യത. കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ബ്യൂട്ടീഷ്യനാ. ഇയാൾ ആ പാർലറിന്റെ പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ടെന്ന് മുമ്പിലുള്ള ഷോപ്പുകാരൻ പറഞ്ഞു. ഇവൻ ശരിക്കൊരു പെർവേർട്ടഡ് വുമണൈസർ തന്നെയാ. എന്തേലും ആവട്ടെ, എനിക്കകം മടുത്തിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, നീ വെറൊരു ഫൂളാ. അയാൾ വരും, തിന്നും, ലേഹ്യം കഴിക്കും, പെർഫ്യൂം അടിക്കും, കൊഞ്ചിക്കൊഴയും, നിന്നെ പിച്ച് പറിക്കും. നീ അതൊക്കെ സഹിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇറക്കി വിടണം. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. കേസ് കൊടുക്കണം. അയാളുടെ സർക്കാർ ജോലിയും തെറിക്കും, അകത്തു പോവും. ഞാൻ ആലോചിക്കാതെ അല്ല, പിന്നെ അതിന്റെ പുറകെ നടക്കണം. കാശും വേണം. നമ്മൾ കാണുന്നതല്ലേ, അയാൾ എങ്ങനെയെങ്കിലും ഒരു പോരും.
പിന്നെ എത്ര കാലം വെച്ചാൽ അതൊക്കെ സഹിക്കുക? ഇതിനൊരു അവസാനം വേണ്ടേ? നാട്ടിലുള്ള ഭാര്യ പാവം ഇയാളുടെ കളികളൊന്നും അറിയാതെ വെച്ചും വിളമ്പി കൂടെ കിടന്നുകൊടുത്തോണ്ടിരിക്കല്ലേ. അതിന് അവരിതൊക്കെ അറിയിച്ച് റിവഞ്ച് എടുക്കാനോ? അതൊരു തരം ചീപ്പ് ഇടപാടാ. അതിന് ഞാനില്ല. അയ്യോ അതല്ല, ബെഡില് നിന്റെ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കില്ലേ അവരും. ഏ ഒന്നും ശരിയാവില്ല. എന്ത് പ്ലാനാ ഇത്? നടക്കാത്ത കാര്യം. നടക്കും. ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഒത്തുവന്നാ നടക്കും. പക്ഷേ അവര് സമ്മതിക്കുമോ? എങ്കിലല്ലേ പറ്റൂ. പറ്റണം. നമ്മൾ സമ്മതിപ്പിക്കണം. അത്ര എളുപ്പാവില്ല. നമുക്ക് ആഞ്ഞു ശ്രമിക്കാം. ഞാൻ കട്ടയ്ക്ക് കൂടെ ഉണ്ട്. എന്താ അവരുടെ പേര്? സിത്താര. വാ, ഇറങ്ങ്. വാ. ഇരിക്ക്. കുറച്ച് ദിവസമായിട്ട് ഞാനിവിടെ ഒറ്റയ്ക്കാ. പാർട്ട്ണറായിട്ട് ചെറിയൊരു പിണക്കം. ഇതവളുടെ പപ്പയും അമ്മയാ. സർ, ട്രീറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏതെങ്കിലും റെസ്റ്റോറൻ്റ് ആണെന്നാണ് വിചാരിച്ചത്. ഇതിപ്പോൾ വീട്ടിൽ. എല്ലായിടത്തും CCTV അല്ലേ. ഇവിടെ ആകുമ്പോൾ വി വിൽ ഫീൽ മോർ ഫ്രീ ആൻഡ് കംഫർട്ടബിൾ. ഇരിക്കേ. ഞാൻ പോരാ. എല്ലാ ചീപ്പ് നമ്പറും ഉണ്ട് കയ്യിൽ. എവിടെ വരെ പോകുന്ന നോക്കാം. ഒരു ബീർ എടുക്കട്ടെ? ചിൽഡ് ബീർ. സാറ് കഴിച്ചോ? എനിക്ക് വേണ്ട. ഞാൻ കഴിക്കില്ല. ഇത് ദിവ്യക്ക് വേണ്ടിട്ടാ. ഒരു ബീറൊക്കെ ആവാം. ഞാനൊരു ഗംഭീര കുക്കാരൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത്. ഇന്നെന്തായാലും ദിവ്യയുടെ ഒരു ഒപ്പീനിയൻ എനിക്ക് കിട്ടണം. എന്റെ ഒരു സന്തോഷത്തിന്. അയ്യോ, എനിക്ക് പോകണം. നേരമില്ല. എപ്പോഴും തിരക്കാണല്ലോ. ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ റെഡി. ദിവ്യക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഐറ്റം. അതാണ് പ്ലാൻ. പിന്നെ ആവാസ, ഞാൻ പോട്ടെ. പോകാം. വേണമെങ്കിൽ ഫ്രഷ് ആയിക്കോ. ഒന്ന് റിലാക്സ് ആകാലോ. എന്തിന്? ഞാൻ വീട്ടിലേക്കല്ലേ പോകുന്നേ? അല്ല, ഫ്രഷ് ആയ ഒരു സുഖം കിട്ടും. ഈ വേർപ്പിന്റെ മണമൊക്കെ ഒന്ന് പോകും. മനസ്സിലായില്ല. Be cool. You are really hot. താൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു പെണ്ണല്ല ഞാൻ. ഒരു സർട്ടിഫിക്കറ്റ് ബലത്തിൽ കൂടുതൽ കളിക്കാൻ വരണ്ട. എങ്ങോട്ടാ നീ പോകുന്നത്? കൊച്ചെവിടെ പറയാതെ അങ്ങോട്ടും പോവാറില്ലല്ലോ. ഞാൻ കൊന്നിട്ടൊന്നുമില്ല. എങ്ങാണ്ടാ ടൂർ പോയി. എങ്ങോട്ടാന്ന് പറഞ്ഞില്ല.